നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി തന്നെയാണ്. ഇത് ഭഗവാൻ സാക്ഷാൽ പരമശിവൻ നിങ്ങൾക്ക് നൽകുന്ന ദൈവികമായ സന്ദേശം തന്നെയാണ്. നിങ്ങളെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ്, പരമശിവൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതുമായ ചില കാര്യങ്ങൾ, അതേക്കുറിച്ച് തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കാനായി പോകുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തിയത് പോലും യാദൃശ്ചികമല്ല എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഭഗവാൻ നിങ്ങളെ ഭഗവാന്റെ സമക്ഷത്തിലേക്ക് അഥവാ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോലും നിങ്ങളെ വിളിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതം തന്നെ മാറുവാൻ പോകുന്നതായ ചില കാര്യങ്ങൾ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. കാരണം നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാം ഭഗവാൻ കാണുന്നതായ സാഹചര്യമുണ്ട്. അത് തന്നെയാണ് നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളെ ഭാവി പോലും മാറ്റിമറിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ തീർച്ചയായും നിങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ആ രൂപം മനസ്സിൽ നിങ്ങൾ ഓർത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ പ്രയാസങ്ങളെല്ലാം അകറ്റി നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്ന പ്രാർത്ഥന ഭഗവാന് മുന്നിൽ വയ്ക്കണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ അത് ഭഗവാൻ നടത്തി തരണം എന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഭഗവാന്റെ സമക്ഷം ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ നടയിൽ എത്തിച്ചേരുവാൻ ആഗ്രഹമുണ്ട് എന്നും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതായ ഈ ചിത്രങ്ങളിൽ ഏത് ചിത്രമാണോ നിങ്ങൾക്ക് വല്ലാതെ ആകർഷിച്ചത്, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളത് എങ്കിൽ ആ ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. തീർച്ചയായും ഭഗവാന്റെ ആ ഒരു സന്ദേശം അത് നിങ്ങളിലേക്ക് പകർന്നു നൽകുവാൻ തീർച്ചയായും ഇതിനൊരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഓം നമഃശിവായ എന്നോ ഓം ഹ്രീം നമഃശിവായ എന്നോ കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ഏവരും ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി എന്ന് കരുതുന്നു. ഇനി ഭഗവാന്റെ സമക്ഷത്തിലേക്ക് നിങ്ങൾ എത്തണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നതും മറ്റു കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. അപ്പോൾ ഭഗവാന്റെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ് എന്ന് പറയാം. കാരണം ഭഗവാൻ തന്നെ നിങ്ങളെ ഭഗവാന്റെ സമക്ഷത്തിലേക്ക് വിളിക്കുന്നതായ സാഹചര്യമുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ വിഷമതകൾ അല്ലെങ്കിൽ പ്രയാസങ്ങളോ സമ്മർദ്ദങ്ങളോ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ്. നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും തകർന്നിരിക്കുന്നവരാണ് എന്ന് പറയാം. എന്നാൽ ആ വിഷമം എന്താണോ, നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രയാസം പുറത്തു പറയുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ,
അത് പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾ പക്ഷേ പല കാര്യങ്ങളിലും ഭഗവാന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഭഗവാന് മുന്നിൽ വച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അത്തരത്തിൽ കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ആ കാര്യങ്ങൾ നടക്കണം എന്ന പ്രാർത്ഥനയുണ്ട്. ഭഗവാൻ പലപ്പോഴും നിങ്ങളെ മറന്നു പോകുന്നുണ്ടോ എന്ന് പോലും തോന്നുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ സാക്ഷാൽ പരമശിവൻ നിങ്ങളെ മറന്നിട്ടില്ല എന്നതാണ് സത്യം. തീർച്ചയായും നിങ്ങളുടെ പല വേദനകളും ഭഗവാൻ കണ്ടിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ പരമശിവൻ മഹാദേവൻ നിങ്ങളെ ക്ഷേത്രത്തിലേക്ക് കൂടി വിളിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. കാരണം നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു ശമനം ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കാൻ പോകുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ തന്നെ തീർച്ചയായും പുതിയൊരു അവസരത്തിന് നിങ്ങൾ കാത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. ധനപരമായ മുന്നേറ്റങ്ങളോ അല്ലെങ്കിൽ സ്വസ്ഥത, സമാധാനം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുമാകാം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് നിങ്ങളെ സമക്ഷത്തിലേക്ക് ഭഗവാന്റെ നടയിലേക്ക് ഭഗവാൻ ക്ഷണിക്കുന്നത് എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു പര്യവസാനം ഉണ്ടാകുവാൻ തന്നെയാണ്. തടസ്സങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതൊഴിയുവാനും നെഗറ്റീവായ ഊർജങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാനും ഇത്തരം ദോഷങ്ങൾ നിങ്ങളിൽ നിന്നും അകറ്റി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകാവുന്ന കാര്യങ്ങൾ പ്രദാനം ചെയ്യുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അതിനാൽ ജീവിതത്തിലേക്ക് നിങ്ങളെ തേടിയെത്താനായി പോകുന്നത് പുതിയ അവസരങ്ങൾ തന്നെയായിരിക്കും. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആശങ്കകളുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നറിയാത്തതായ അവസ്ഥ. കാരണം ഇതിനെയെല്ലാം തകിടം മറിക്കുന്നത് പല സമയങ്ങളിലും മനസ്സിലേക്ക് കയറി കൂടിയിരിക്കുന്നതായ ഭയം തന്നെയാണ്. ആ ഭയം നിങ്ങളിൽ നിന്നും അകലേണ്ടത് അനിവാര്യമാണ്. കാരണം ആത്മവിശ്വാസത്തിന് പോലും അത് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതം അത് കൃത്യമായി ശരിയായ പാതയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് തന്നെയാണ് ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോകാറുള്ള ആ ക്ഷേത്രത്തിൽ ആ നടയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അവിടെ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കണം. ഭഗവാനോട് നിങ്ങൾ ആ സമയം നാമങ്ങൾ ജപിച്ച് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം ഭഗവാനോട് നന്ദി പോലും പറയാം. കാരണം തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്കൊപ്പമുള്ളത് എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്നതായ സാഹചര്യമുണ്ട്. ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നത് മുതൽ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളിൽ പ്രകടമായി തുടങ്ങാവുന്നതുമാണ്. ഈ സമയം ഭഗവാന്റെ പ്രത്യേകമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാനും ഈ ചിത്രം തിരഞ്ഞെടുക്കുവാനും നിങ്ങൾക്ക് സാധിച്ചത്. പല വിധത്തിലുമുള്ള അപകടങ്ങളിൽ നിന്ന് പോലും ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് ശത്രുദോഷമാണ് എങ്കിലും മറ്റു ദോഷങ്ങളാണ് എങ്കിലും ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന ആഗ്രഹമുണ്ട്. അത് തീർച്ചയായും 2 മുതൽ 4 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ഭഗവാന് സമക്ഷം വച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾ
പലതും നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് തുടങ്ങുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. ഈ സമയം ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതായ സാഹചര്യം ജീവിതത്തിലില്ല എന്നുള്ളതാണ്. കാരണം ഭഗവാൻ തന്നെയാണ് ഈ സമയം നിങ്ങൾക്കൊപ്പമുള്ളത്. തീർച്ചയായും നിങ്ങളുടെ സമയം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ തന്നെ കടന്നു വരികയാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസമാണ്. ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഭഗവാന്റെ അനുഗ്രഹം അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും വന്ന് ചേരുന്ന സാഹചര്യമാണ് ഉള്ളത്. സന്തോഷത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. അവസരങ്ങൾ അത് കൃത്യമായി തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം കമൻ്റായി രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കേണ്ടതാണ്. ആ കാര്യം കൂടി ചെയ്യുവാൻ ഏവരും ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന അത് ഫലം കാണാവുന്ന സാഹചര്യം തന്നെയുണ്ട് എന്ന് കാണുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഭഗവാന്റെ ചിത്രവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തൊടുകുടി ഗണിതപ്രകാരം കാണുവാൻ സാധിക്കുന്നത് ഇതൊരു സാധാരണമായ ഒരു തിരഞ്ഞെടുപ്പല്ല എന്നുള്ളതാണ്. ഭഗവാന്റെ അനുഗ്രഹവും അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം എന്നൊരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങളെ ഭഗവാന്റെ സമക്ഷത്തിലേക്ക് നടയിലേക്ക് വിളിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പല വിധത്തിലും നിങ്ങൾക്ക് വിശ്വാസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവിക കാര്യങ്ങളിൽ നോക്കുമ്പോൾ വലിയ വിശ്വാസം പുലർത്തി പോന്നിരുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ജീവിതത്തിലെ പല രീതിയിലുമുള്ള പ്രയാസകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ അത് തിരക്കുകളാകാം, അല്ലെങ്കിൽ ചില വിഷമകരമായ നിരാശകൾ എന്ന് തന്നെ പറയാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നപ്പോൾ ഭഗവാനിൽ നിന്നും നിങ്ങൾ അല്പമൊന്ന് അകന്നു പോയിട്ടുണ്ടോ എന്നത് വാസ്തവമാണ്. നിങ്ങൾ പുനർവിചിന്തനം നടത്തേണ്ടതും അനിവാര്യമാണ്. മുൻപുണ്ടായിരുന്ന അത്രയും പ്രാർത്ഥന ദൈവിക കാര്യങ്ങളിൽ വിശ്വാസമുണ്ടോ എന്ന് നോക്കണം. പല കാര്യങ്ങളിലും തടസ്സം നേരിടുന്ന സാഹചര്യമുണ്ട്. പ്രാർത്ഥനകൾക്കോ അല്ലെങ്കിൽ അത്തരം ദൈവിക കാര്യങ്ങൾക്ക് പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും തളർന്നു പോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഭഗവാൻ നിങ്ങളെ മറന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ഈ സമയം ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങളെ മറികടക്കുവാനും നിങ്ങളുടെ ജീവിതത്തിലെ ആ പാത അത് കൃത്യമാക്കുവാൻ തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. ചില അപകടകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യതയായി ഉണ്ട്. ആ കാര്യങ്ങളും ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റുള്ളവരുടെ സ്വാധീനത്താലോ അല്ലാതെയോ ചില തീരുമാനങ്ങൾ എടുക്കുകയോ തെറ്റായ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ തെറ്റായ ഒരു സൗഹൃദം അതും നിങ്ങൾക്ക് അബദ്ധമായി കലാശിക്കാം എന്നും കാണുന്നു. അത്രയും അശ്രദ്ധമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ധനപരമായ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങളോ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്നതായ വിള്ളലുകളോ ആരോഗ്യപരമായി നിങ്ങൾ നേരിടുന്ന വിഷമകരമായ സാഹചര്യങ്ങളോ ജീവിതത്തിലുണ്ട്. ഇത്തരം പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നു. ഈ സമയം ഭഗവാൻ വിളിക്കുന്നതിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു സൂചനയായാണ്. ചില അപകടകരമായ കാര്യങ്ങൾ ഇനി തുടരേണ്ടതായിട്ടില്ല. അതിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കാൻ തയ്യാറാകുന്നു എന്ന സൂചനയാണ്.
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ആ സാഹചര്യങ്ങൾ അത് മറികടന്ന് ആ ശരിയായ പാതയിലേക്ക് നയിക്കുവാനും നിങ്ങൾക്കുണ്ടായിരുന്നതായ ആ വിശ്വാസം അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു ആഗ്രഹം ഭഗവാനുണ്ട്, അല്ലെങ്കിൽ അതിപ്പോൾ അനിവാര്യവുമാണ്. അത് തന്നെയാണ് ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നത്. നെഗറ്റീവായ ചിന്തകളുണ്ട്, നെഗറ്റീവായ ഒരു ഊർജം നിങ്ങൾക്ക് ചുറ്റും വലയം ചെയ്തിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. അതിനാൽ ഇത് നിങ്ങളിൽ നിന്നും അകറ്റുവാനും ഭഗവാൻ നിങ്ങളെ ഭഗവാന്റെ സമക്ഷത്തിലേക്ക്, നടയിലേക്ക് വിളിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും അവ്യക്തത തുടരുന്നു. പലരും അത് വർദ്ധിപ്പിക്കുന്ന സാഹചര്യവുമുണ്ട്. അതിനാൽ പല കാര്യങ്ങളും നിന്നിടത്ത് നിന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരവസ്ഥയോ ആണ് നിങ്ങൾക്കുള്ളത് എന്ന് പറയാം. വിശ്വസിക്കേണ്ട പലരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല, പലരും അവഗണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നത് വാസ്തവമാണ്. ഇതിൽ നിന്നും ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു ഉയർച്ച നിങ്ങൾക്ക് വേണ്ടതാണ് എന്ന് ഭഗവാൻ കാണുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ളതാണ്. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്ന പോലും ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാലാണ്. അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ശരിയായ കാര്യങ്ങൾ വന്നു ചേരുവാൻ ഈ സമയം നിങ്ങൾ പോകാറുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തി ഭഗവാനോട് തീർച്ചയായും ഈ നൽകുന്നതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ഈ സമയം നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും ഭഗവാനിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഭയം അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ സമയം ഭഗവാന്റെ അതായത് ശിവനാമങ്ങൾ നിങ്ങൾ ജപിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായ സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരികയും തടസ്സങ്ങൾ ക്രമേണ കുറയുകയും മനസമാധാനം സിദ്ധിക്കുന്ന ഒരു സാഹചര്യം ആഗതമാവുകയും ചെയ്യാം. ദോഷങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും. ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണോ നിങ്ങളെ പലരും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളിൽ നിന്നും അകറ്റിയിരിക്കുന്ന തിരിച്ചറിവ് അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതം തന്നെയാണ് സുരക്ഷിതമാക്കുക എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യമല്ല, ഭഗവാന്റെ ദൃഢനിശ്ചയത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനാൽ ഇത് നിങ്ങളുടെ കുടുംബത്തിലും പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമങ്ങൾ കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തണം. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം എന്ന പ്രാർത്ഥനയോടെ തന്നെ എല്ലാം ഇത്തരത്തിൽ ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാണ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് നിങ്ങൾ ഭഗവാന്റെ ഇച്ഛപ്രകാരം തന്നെയാണ്. അതിനാൽ യാദൃശ്ചികമായി ഇത് കണക്കാക്കുവാൻ സാധിക്കുന്നതല്ല. ഭഗവാൻ നിങ്ങളെ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക്, ഭഗവാന്റെ സമക്ഷത്തിലേക്ക് വിളിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഭഗവാന് നൽകേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമായിട്ടുണ്ട്. നിങ്ങളെ വിളിക്കുന്നത് ഭഗവാൻ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ ചൊരിയാൻ വേണ്ടി തന്നെയാണ്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഭഗവാൻ ഈ സമയം നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. അതിൽ മാറ്റം ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. തിരിച്ചറിവ് ഉണ്ടാവുകയും ഈ സമയം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. നിങ്ങൾ കാത്തിരുന്നിട്ടുള്ളതായ അവസരങ്ങൾ അത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സാഹചര്യമാണ് ആഗതമാകാനായി പോകുന്നത്. നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാ
അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ധനപരമായി നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ആ പ്രയാസങ്ങളിൽ നിന്നും ഒരു മുക്തിയോ നിങ്ങൾക്ക് വന്ന് ചേരുന്നതുമാണ്. അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്നതുമാകാം. കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളതായ സമാധാനം അല്ലെങ്കിൽ ഐക്യം പോലുള്ള കാര്യങ്ങൾ അത് കുടുംബത്തിലേക്ക് തിരികെ വരികയോ കുടുംബ സൗഖ്യം പല കാരണങ്ങൾ കൊണ്ടും വന്ന് ചേരാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം പലപ്പോഴും തുണയ്ക്കാത്ത സാഹചര്യമുണ്ട്. അതിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാം. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഭഗവാൻ നിങ്ങളെ തീർച്ചയായും ഭഗവാന്റെ സമക്ഷം ശിവക്ഷേത്രത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയും നിങ്ങളിലേക്ക് ഭഗവാൻ അനുഗ്രഹം ചൊരിയുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തയ്യാറാകുന്ന സാഹചര്യമാണ് ഉള്ളത്. തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. അത് പല കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നു. പ്രത്യേകിച്ചും ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത് പുതിയ അവസരങ്ങളും നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതായ ഒരു സാഹചര്യവുമാണ്. പല ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുവാൻ താല്പര്യപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മുൻപ് അപ്രകാരമല്ലായിരുന്നു എന്നതും ഓർക്കേണ്ടതായ കാര്യമാണ്. ഇവിടെയാണ് മാറ്റം കടന്നു വരുന്നത് എന്ന കാര്യം ഓർക്കുക. നിങ്ങളിൽ ഭഗവാൻ നന്മ കാണുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ കർമ്മഫലം അപ്രകാരമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവരും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ മനസ്സുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. തീർച്ചയായും ഭഗവാൻ അത് കണ്ടില്ല എന്ന് നടിച്ചിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം അതിനാൽ നിങ്ങളിലുണ്ട്. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുകൂലമായ സമയം കടന്നു വരുമോ എന്ന ചിന്തയുണ്ട് എങ്കിൽ സംശയിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന അനുകൂലമായ ഫലങ്ങൾ നല്ലൊരു സമയം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ധനപരമായ പുരോഗതിക്കുള്ള അവസരങ്ങളാകാം. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം. ഈ സമയം പല പ്രയാസങ്ങളും അവസാനിക്കുന്നതായ അല്ലെങ്കിൽ അനുഭവിച്ചു പോന്നിരുന്ന ദുരിതപൂർണമായ പല അവസ്ഥകൾക്കും ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഈ സമയം ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തണം. നിങ്ങൾ ഭഗവാന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നതായ പ്രാർത്ഥനയുടെ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ എന്ന കാര്യം കൂടി ഓർക്കുക. ഈ സമയം നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹം ഭഗവാൻ നൽകുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതായ ആ അനുഗ്രഹം അത് കുടുംബത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഏകദേശം ഒരു 4 മാസം മുതൽ 5 മാസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരാം. ഈ സമയം ആഗ്രഹ സാഫല്യത്തിലേക്ക് കടക്കാം. കൂടാതെ നിങ്ങളുടെ നന്മ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവായ ഊർജം നൽകുകയും ഭാഗ്യവർദ്ധനവും ഭഗവാന്റെ സംരക്ഷണ കവചവും കുടുംബത്തിലെ ഐക്യവും നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യമുണ്ട്. പുരോഗതിയിലേക്ക് നയിക്കാവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സൂചനകൾ തന്നെയാണ്. അത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം ശരിയായ പാതയിലേക്ക് നയിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. ഈ സമയം തീർച്ചയായും ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ചു നിർത്തും എന്ന കാര്യം തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ പരാമർശിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ യോഗമുണ്ട് എന്ന് മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, പല വ്യക്തികളും നിങ്ങളെ പല രീതിയിലും പിന്തിരിപ്പിക്കുവാൻ നോക്കി എന്ന് വരാം. പല കാര്യങ്ങളിലും വേണ്ട എന്നൊരു ചിന്ത
നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്ന, കൈപിടിച്ചുയർത്തുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ജപിക്കുക. തീർച്ചയായും ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് പ്രകടമായ മാറ്റങ്ങൾ തന്നെ നൽകി അനുഗ്രഹിക്കും.